വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടച്ച് തീരുമെന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അറിയിക്കുന്നത്. BGF-മായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രി നൽകിയ കത്തിന് മറുപടിയായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നാളിതുവരെ കേന്ദ്ര സർക്കാർ BGF ഗ്രാന്റിന്റെ കാര്യത്തിൽ പുലർത്തി വന്ന നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതോടെ വിഴിഞ്ഞത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രാന്റ് അല്ല, മറിച്ച് വായ്പയാണെന്ന് വ്യക്തമാകുന്നു. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിച്ച ഒറ്റ പ്രോജക്ടിന് പോലും തിരിച്ചടവ് നിബന്ധന നാളിതുവരെ കേന്ദ്ര സർക്കാർ വെച്ചിരുന്നില്ല. സാമ്പത്തിക പങ്കാളിയായ സംസ്ഥാന സർക്കാർ ഏതാണ്ട് 4600 കോടി രൂപ മുടക്കുമ്പോഴാണ് 817 കോടി രൂപയുടെ VGF നൽകുന്നതിനാലാണ് കേരളത്തിന് വരുമാന വിഹിതം ലഭിക്കുന്നതെന്ന വിചിത്രവാദം കേന്ദ്രമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ വെച്ച ഘട്ടത്തിൽ തന്നെ കേന്ദ്രം VGF പ്രഖ്യാപിച്ചതാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യനിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭമില്ലാത്ത പദ്ധതികൾക്ക് നൽകുന്ന കേന്ദ്ര സഹായമാണ് ഇത്. പദ്ധതിക്ക് പണം മുടക്കുന്നത് കൂടാതെ തുല്യതുക സംസ്ഥാനവും പ്രഖ്യാപിച്ചു. എന്നാൽ കേന്ദ്രത്തിന്റെ VGF നെറ്റ് പ്രസന്റ് വാല്യൂ കണക്കാക്കി വരുമാന വിഹിതം ഈടാക്കുന്ന രീതിയിലാണ് നൽകുകയെന്ന് കേന്ദ്രം പിന്നീട് അറിയിക്കുകയുണ്ടായി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 7700 കോടി ചെലവുള്ള ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 4600 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് മുടക്കുന്നത്. പുലിമുട്ട് നിർമ്മിക്കാനുള്ള 1350 കോടി രൂപ പൂർണ്ണമായും സർക്കാർ ഫണ്ടാണ്. കൂടാതെ ചരക്ക് നീക്കത്തിനും റെയിൽവേ പാതയ്ക്കുമായി 1200 കോടി മുടക്കണം. ഇതെല്ലാം കണക്കിലെടുത്താണ് 2034 മുതൽ സംസ്ഥാനത്തിന് വരുമാന വിഹിതം അദാനി ഗ്രൂപ്പ് നൽകേണ്ടി വരിക. കേന്ദ്രം വഴങ്ങിയില്ലെങ്കിൽ VGF ഉപേക്ഷിക്കുകയാണ് പോംവഴി. എന്നാൽ ഇത്രയും തുക ബാങ്ക് വായ്പ എടുത്താൽ തൊട്ടടുത്ത വർഷം മുതൽ തിരിച്ചടവ് വേണ്ടിവരും. കേരളത്തിൽ ഭരണത്തിലുള്ള CPM-നെ സാമ്പത്തികമായി തകർത്ത് കടക്കണിയിൽപ്പെടുത്തി അടുത്ത തിരഞ്ഞെടുപ്പിൽ ആയുധമാക്കുക എന്ന BJP അജണ്ടയാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ കേരളവും കേന്ദ്രവും നടത്തുന്ന ഈ പകിടകളിയിൽ ഞെരിഞ്ഞമരുന്നത് സ്വപ്നം കാത്തുകഴിയുന്ന ഒരു ജനതയാണെന്ന് ഇവർ ഓർത്താൽ നന്ന്. ഇലക്ഷൻ കാലത്ത് ഇവർ എറിഞ്ഞിട്ട് തരുന്ന എല്ലിൻ കഷ്ണത്താൽ തൃപ്തി അടഞ്ഞോളും എന്ന് ഇവർക്ക് നന്നായി അറിയാം. പക്ഷേ അളമുട്ടിയാൽ പാമ്പ് എന്ത് ചെയ്യുമെന്നറിയാലോ. ജനദ്രോഹികളായ CPM-നെയും BJP-യുടെയും ദ്രോഹകാലത്തിന് പ്രഹരമേൽപ്പിക്കാൻ അണിയറയിൽ കോൺഗ്രസ് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. രാഹുലിന്റെയും പ്രിയങ്കയുടെയും കുതിപ്പ് കേരളത്തിലും അലയടിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. കേന്ദ്രത്തിലെയും കേരളത്തിലെയും ജനവിരുദ്ധ നയങ്ങൾ ശക്തമായി ഉയർത്തി വരുന്ന തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. കൂടുതൽ വാർത്തകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.